നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് രണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഒന്ന് ഇത് ഇവിടെ കാണുന്ന ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് 1.5 മീറ്റർ, രണ്ടാളപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ സ്കൂളിൻ്റെ പേര്. മറ്റൊരു പോസ്റ്റർ ഇതാ കാണുന്നു, നമ്മുടെ കോവിഡിനെതിരെയുള്ള തയ്യാറാക്കിയ മറ്റൊരു പോസ്റ്റർ. ഈ രണ്ട് പോസ്റ്ററും ഇതേപോലെ നമുക്ക് അനേകം മനോഹരമായ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ വാട്സപ്പിലെ ഗ്രൂപ്പ് വഴി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായ പോസ്റ്റർ തയ്യാറാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോസ്റ്റർ മേക്കർ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നമ്മൾ പോയിട്ട് പോസ്റ്റർ മേക്കർ എന്ന് ടൈപ്പ് ചെയ്താൽ അനേകം ഒരുപാട് ആപ്പുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ കഴിയും. പക്ഷേ അതിലൊക്കെ ഏതാണ് നല്ലത് എന്ന് നമുക്ക് ഏറ്റവും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റിയത് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക പ്രയാസം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷണത്തിൽ എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയ ഒരു ആപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ഇത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതേപോലെയുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ഓരോ കാറ്റഗറി, ഇതൊരു കാറ്റഗറിയാണ് കോവിഡ് എന്നുള്ള. ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറികളിലുള്ള കുറച്ച് ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ കൂടുതൽ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സീ മോർ ഇവിടെയുള്ള ഈ സീ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അനേകം റെഡിമെയ്ഡ് പോസ്റ്ററുകൾ നമുക്ക് കാണാം. ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ഇവിടെ പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ താഴെയുള്ളത് ഇവിടെ പ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് നമുക്ക് പ്രോ വേർഷൻ നമുക്കിതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്യാഷ് കൊടുത്ത് വാങ്ങാവുന്നതാണ്. അല്ലാതെ തന്നെ വളരെ മനോഹരമായ ധാരാളം പോസ്റ്ററുകൾ നമുക്ക് കാണാം. ഇനി ഇവിടെ ഞാൻ നേരത്തെ എൻ്റെ സ്കൂളിൻ്റെ പേര് ചേർത്തൊരു പോസ്റ്ററാണ്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് ഇതിനുള്ള ധാരാളം കാറ്റഗറികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ രണ്ടാമതായിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഇത്രയും കാറ്റഗറികളിൽ ആവശ്യമായ പോസ്റ്ററുകൾ റെഡിമെയ്ഡായിട്ട് ഇൻബിൽട്ടായിട്ട് ഇത് നമുക്ക് ലഭിക്കും. അതേപോലെ നമുക്ക് സെർച്ച് ചെയ്യാം, ഏത് കാറ്റഗറി എങ്ങനത്തെയാണ് നമുക്ക് വേണ്ടത് അത് സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഐഡിക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതും നമ്മുടെ ഐഡിക്ക് അനുസരിച്ച് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെയ്ത ആ പോസ്റ്റർ തന്നെ എടുക്കുന്നു. ഇവിടെ ഈ ഒരു പോസ്റ്ററിലാണ് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം. ഞാൻ നേരത്തെ ഈ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് ഞാനിത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺ ചെയ്തു. ഇവിടെ താഴെയുള്ള എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി താഴെ നമുക്ക് ആവശ്യമുള്ള മാറ്റം വരുത്തേണ്ടടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ നമ്പറാണ് എനിക്ക് മാറ്റേണ്ടത്. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പേരേക്ക് മാറ്റിയത് ഈ നമ്പറാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ നമ്പർ അവിടെ വന്നു. ഇത് മായ്ച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആവശ്യമായ പേര് ഇതിൽ ടൈപ്പ് ചെയ്യുന്നു. ഈ ടൈപ്പ് ചെയ്ത് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ താഴെ ആ പേര് വന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാം. അതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ റൊട്ടേഷൻ, സൈസ്, കളറ്, ആവശ്യമായ കളർ മാറ്റണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റാം. ഫോണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഫോണ്ടുകളിൽ ഏതാണോ വേണ്ടത് ആ ഫോണ്ടിലേക്ക് അത് മാറ്റി കൊടുക്കാം. ഇതിനാവശ്യമായ ഷാഡോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. അങ്ങനെ ധാരാളം നമ്മൾ ഫോട്ടോഷോപ്പിലുള്ള അതേപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ കാണാൻ കഴിയുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് നൽകുക. ഇവിടെ ഇതിൻ്റെ സൈസ് ചോദിക്കും. ഞാനിവിടെ ഒറിജിനൽ എന്ന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന ഒരു പരസ്യം ഉണ്ടാവുന്നതാണ്. ഒരു ചെറിയ പരസ്യം ഉണ്ടാകും. ആ പരസ്യം നമ്മൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ അടുത്ത കാറ്റഗറി കാണിക്കുന്നത് സ്വന്തമായിട്ട് എങ്ങനെയാണ് നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇവിടെയുള്ള ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ എന്തിനാണോ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്നത് ആ ഒരുപാട് സൈസ് ഇവിടെ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, കസ്റ്റം സൈസ്. നേരത്തെ ഈ കസ്റ്റം സൈസ് ഇവിടെ പ്രോ വെർഷനിൽ മാത്രമേ ലഭിക്കുള്ളൂ. ഞാനിവിടെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് നൽകുന്നു. ഇതാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കുന്ന നമ്മുടെ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആവശ്യമായ മാറ്റർ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഞാനൊരു ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം. താഴെയുള്ള ഈ ആഡ് ടെക്സ്റ്റ് എന്നുള്ള ടി എന്നുള്ള ഇവിടെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ ചിത്രരചനാ മത്സരം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് കൊണ്ടുവെക്കാം. ഇതിൽ നമ്മുടെ സൈസ് നമുക്ക് വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടാം. അതേപോലെ കളറ്, ആവശ്യമായ കളറ് നൽകാം. ഫോണ്ട് ഇതിനനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഫോണ്ട് ആയതുകൊണ്ട് അതേ കറക്റ്റ് കിട്ടും. എങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി മലയാളത്തിൻ്റെ ഫോണ്ടുകൾ നമുക്കിവിടെ ഉപയോഗിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെയുള്ള താഴെയുള്ള ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന ആഡ് ഇമേജ്, എന്നിട്ട് ഇവിടെ ചൂസ് ഇമേജ് എന്ന് നൽകുക. നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മുടെ ആവശ്യമായ ഒരു ഇമേജ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടിയാണ്, ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല എങ്കിലും ജസ്റ്റ് ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവെക്കുന്നു. സാധാരണ നമ്മുടെ ഒരുപാട് പോസ്റ്റർ നമുക്ക് ഇതേപോലെ തയ്യാറാക്കാനുണ്ടാവും. അനേകം കളർ ഇവിടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യായതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് പോലെ തന്നെ മൊബൈലിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ച, തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ആപ്ലിക്കേഷനാണ്. മുകളിൽ ലെയർ എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ ഒന്ന് പ്രോ ആണത്. ആ ലെയർ എന്നൊരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ചിത്രം വേണമെങ്കിൽ മാത്രം ഹൈഡ് ചെയ്യാം. ഓരോ ലെയറുകളായിട്ട് നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഏറ്റവും മനോഹരമായ ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.